ഉത്ഥാനത്തിന്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായേ, ലോകം മുഴുവൻ നിന്റെ സമാധാനത്താൽ നിറയട്ടെ. നിന്റെ പരിശുദ്ധമായ ശ്രീവായാൽ നിന്റെ സഭയെ ശക്തിപ്പെടുത്തുകയും അവളുടെ സന്താനങ്ങളെ നിന്റെ കൃപയാൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാ സമയവും സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും ഗംഭീരതയും ആരാധനയും സമർപ്പിക്കാൻ ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഉന്നതമായിടമേ, വാതിൽ തുറക്കുമനേ, മംഗളദീപവുമാ മഞ്ഞവരണയുന്നു. നിർമ്മല ദൈവസുതൻ വെള്ളി വെളിച്ചത്തിൽ
വീണ്ടും ഇണങ്ങുന്നു. ഉന്നതമായിടമേ വാതിൽ തുറക്കുക നീ. മംഗളദീപവുമാ വന്നവരണയുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ, പരിപാലനം ദയവായി, പരിപാലനം അമർത്യതേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്നവരെ ശുദ്ധനും സ്ഥിരകനും ബലവാനാമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് കവിതമെപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിടുന്ന ശ്രദ്ധയോടെ കരുതുവിൻ. ഏഷ്യ പ്രവാചകന്റെ പുസ്തകങ്ങളുടെ വായന കർത്താവെ ആശീർവദിക്കണമേ. ഉണർന്ന് പ്രക്ഷോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക, അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംഭവിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിതാനിനെയും ഏഫായിനെയും ഒട്ടകക്കൂട്ടന്മാരുടെ കൂട്ടം നിന്നെ മറിക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. അവൾ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിന്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആറ്റിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നെബയോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും.
സ്വീകാര്യമാം വിധം അവ എന്റെ ബലിപീഠത്തിൽ വരും. എന്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അതിരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവം പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് എടുക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്രിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ വിശിഷ്ടരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ഛിന്നഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടമുഴുക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തന്റെ രാജാവിന് ശക്തി കൊടുക്കും, തന്റെ അഭിഷക്തന്റെ ശിരസ് വിരുമാറാക്കും.
പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പൗലോസ്ലീഹ റോമാന സഭയ്ക്കെതിരെ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 6-ാം അധ്യായം 23 വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കണമേ. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമർത്ഥമാക്കാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവരോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമം പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിനും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിനെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചതിന്റെ നിർദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജയമോഹനാൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മധ്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രതിക മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ടത് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസനെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവരുടെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതനായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിനല്ലായിരുന്നു. ഇത് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്തും ഫലം കിട്ടി. അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേദനം മരണമാണ്. ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം കല്ലറയുടെ സമീപത്തേക്ക് വന്നു. കല്ലറയുടെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി യേശുവിനെയും പത്രോസിന്റെയും ഈശോ സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കിട്ടിയിരിക്കുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. ഉദ്ധാനം ചെയ്തു. വീണ്ടും
തിരുസുതനിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാപദ്ധതിയെ ഓർത്ത് അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അവർണ്ണനീയമായ ദാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവ് ഭരണം നടത്തുന്നു. ഭൂമി ആനന്ദിക്കട്ടെ, ദൈവസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്യുകയും തന്റെ ഉദ്ധാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത മിശിഹായിൽ ആനന്ദിക്കുകയും. പഠനങ്ങൾ അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയിലും ന്യായത്തിലും അവിടുന്ന് തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങൾ പിളറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അതുകൊണ്ട് വിറകൊള്ളുന്നു. ആകാശം ദൈവനീതി പ്രഘോഷിക്കുന്നു. ജനതകളെല്ലാം ദിവ്യമഹത്വം ദർശിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ന്യായവിധികൾ കേട്ട് സിറിയോൻ സന്തോഷിക്കട്ടെ. യൂദായുടെ പുത്രിമാർ ആനന്ദിക്കട്ടെ. കർത്താവിന്റെ സ്നേഹിതർ തിന്മയെ ദ്വേഷിക്കുന്നു. തന്റെ നീതിനിഷ്ഠരുടെ ആത്മാക്കളെ അവിടുന്ന് പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുന്നു. നീതിനിഷ്ഠരെ നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുവിൻ. അവിടുത്തെ പരിശുദ്ധി പ്രകീർത്തിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദത്തിന്റെ മഹത്വീകൃതമായ വംശമേ, ഉദ്ധാനം ചെയ്യുകയും നിന്റെ ഉദ്ധാനത്താൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത മിശിഹായിൽ ആനന്ദിക്കുവിൻ. സംരക്ഷിക്കുകയും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട സഭകളെ സമാധാനത്തിൽ നയിക്കാൻ ശക്തരാക്കുകയും ചെയ്യണമേ. പുരോഹിതന്മാരെയും ശിക്ഷാനമാരെയും സമർപ്പിതരെയും അൽമായ പ്രേക്ഷിതരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യണമേ. വയോധികർ, യുവജനങ്ങൾ, മാതാപിതാക്കൾ, കുട്ടികൾ, കുടുംബത്തിലെ മറ്റംഗങ്ങൾ എന്നിവരെയും ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെ, സാമൂഹിക പ്രവർത്തകർ, ആതുര ശുശ്രൂഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരെയും ആശീർവദിക്കുകയും
അവരെ സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, ദരിദ്രർ, സമ്പന്നർ, കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, വ്യവസായികൾ, കുടിയേറ്റക്കാർ എന്നിവരെ ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, ക്ലേശിതർ, ദുഃഖിതർ, പീഡിതർ, രോഗികൾ, ശാരീരികവും മാനസികമായി വേദനിക്കുന്നവർ, മർദ്ദിതർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ആശീർവദിക്കുകയും അവയെ സമാധാനത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, നിന്റെ തിരുനാളുകൾ സമാധാനത്തിൽ ആഘോഷിക്കുന്നതിനായി എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളെയും ആശീർവദിക്കണമേ. ആമേൻ. സമാധാനദാതാവായ മിശിഹായെ, രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും പൂർണ്ണമായി വ്യക്തമാക്കപ്പെടുന്ന യുഗാന്തത്തിലെ പൊതു ഉയർപ്പ് ദിനത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടെ നിന്റെ അവകാശത്തിൽ പങ്കുചേരുന്നതിനും നീ വഴിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഇന്ന് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന എല്ലാ സമൂഹങ്ങളിലും ലോകം മുഴുവനിലും നിന്റെ അനുഗ്രഹവും സമാധാനവും നിറയട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്കിരിക്കാം. ഈശോയിലെ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും ഈശോ മിശിഹായുടെ ഉത്ഥാന തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഹാപ്പി ഈസ്റ്റർ. അടുത്തിരിക്കുന്നവരോടൊക്കെ എന്ന് പറഞ്ഞ് ഹാപ്പി ഈസ്റ്റർ. സന്തോഷത്തോടുകൂടി ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിനമാണ്. മരണത്തെ പരാജയപ്പെടുത്തി സർവ ഐശ്വര്യവും ഈ ലോകത്തിന് പ്രദാനം ചെയ്ത് ഏറ്റവും വിജയശ്രീലാളിതനായ കർത്താവിന്റെ മുഖമാണ് ഈ ഉയർപ്പ് തിരുനാളിൽ ഈശോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഇന്ന് എന്ത് ദുഃഖവും നമ്മെ അലട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഈശോയുടെ സന്തോഷം, ഈശോയുടെ ആനന്ദം നമ്മുടെ മുഖത്തും നമ്മുടെ കൂടെയുള്ളവരിലും ഉണ്ടാകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈശോ മരണത്തെ തോൽപ്പിച്ച് ജീവന്റെ തീരത്തേക്ക് തിരിച്ചു നടന്ന ഒരു ദിനമാണല്ലോ ഉയർപ്പ് തിരുനാൾ. ഫ്രാൻസിസ് പാപ്പ ഉയർപ്പ് തിരുനാളിനെ കുറിച്ച് പറയുന്നത് ഇത് പ്രവൃത്തിയോന്മുഖമായ പ്രത്യാശയുടെ തിരുനാൾ എന്നാണ്. പ്രവൃത്തിയോന്മുഖമായ പ്രത്യാശയുടെ തിരുനാൾ എന്ന് പറഞ്ഞാൽ ഏതവസരത്തിലും പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെല്ലാം തോൽപ്പിക്കുന്ന അതിര് കവിഞ്ഞ ഒരു പ്രത്യാശ ഈശോ നമുക്ക് നൽകുകയാണ്. തകർന്നു പോകാത്ത ഒരു കഴുമരവും ഈ ലോകത്തിലില്ല എന്ന് ഇന്നത്തെ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുഖപ്പെടുവാനാവാത്ത ഒരു രോഗവും നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് ഉയർപ്പ് തിരുനാൾ നമ്മെ നോക്കി പറയുകയാണ്. സന്തോഷത്തിന് വഴിമാറാത്ത ഒരു സങ്കടവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഈ ഉയർപ്പ് തിരുനാൾ നമ്മോട് പറയുകയാണ്. ദൈവത്തിന് പരാജയപ്പെടുന്നത് ഒരു തിന്മയും, ദൈവത്തിന്റെ മുമ്പിൽ ഒരു തിന്മയും വിജയിക്കുന്നില്ല എന്ന് നമ്മളോട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന തിരുനാളാണ് ഈ ഉത്ഥാന തിരുനാൾ. അതിരുകളില്ലാത്ത പ്രത്യാശയുടെ സദ്വാർത്തയാണ് ഓരോ ഉത്ഥാന തിരുനാളും നമുക്ക് നൽകുന്നത്. ജീവിതത്തിലെല്ലാം തീർന്നു എന്ന് കഴിയുന്നിടത്താണല്ലോ പ്രത്യാശ വളരുന്നത്. എന്റെ ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് ഓർക്കുന്നിടത്ത്
പ്രത്യാശയുടെ ഒരു മുള പൊട്ടി ഉണരുകയാണ്. നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിന്റെ എല്ലാ ജീവിത സാഹചര്യത്തിലും നമ്മൾ നോക്കുമ്പോൾ ഈശോ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പിതാവിനോട് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. ഏൽ ഏൽ ലമാ സബ്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഒരുപക്ഷെ ഈ ലോകത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടതുപോലെ ഈശോ പറഞ്ഞ ഒരു തിരുവചനമാണ്. എന്നാൽ ആ വലിയ ബുദ്ധിമുട്ടിന് ദൈവം നൽകിയ ഉത്തരമാണ് ഉദ്ധാനം എന്ന് പറയുന്നത്. എല്ലാം പൂർത്തിയായി അവിടുന്ന് തലചായ്ക്കുന്നു എന്ന് സുവിശേഷകൻ എഴുതി വെക്കുമ്പോഴും എല്ലാം പൂർത്തിയായിട്ടില്ല, പൂർത്തിയാകാൻ ഇനിയുമുണ്ട് എന്ന് ദൈവപിതാവ് പറയാതെ പറഞ്ഞു വെക്കുന്ന നിമിഷമാണ് ഉത്ഥാന തിരുനാൾ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്രകാരം ഏറെ ക്ലേശിക്കപ്പെട്ട ഒരു ജീവിതം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട്, എല്ലാവരാലും ചോദ്യം ചെയ്യപ്പെട്ട്, എല്ലാവരാലും കുറ്റപ്പെടുത്തപ്പെട്ട ഒരു ജീവിതത്തിൽ എല്ലാം പൂർത്തിയായെന്ന് നമ്മൾ ഓർക്കുമ്പോഴും പൂർത്തിയാകാനായിട്ട് ഇനിയുമുണ്ട് എന്ന് പിതാവായ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഉത്ഥാന ദിവസം. ഒരു പക്ഷേ നിസ്സഹായതയുടെ കാൽവരിയും ഒറ്റിക്കൊടുക്കപ്പെട്ട ഗെത്സമനിയുടെ കാര്യങ്ങളുമെല്ലാം ഈശോയ്ക്കുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് 3 ദിവസം കഴിയുമ്പോൾ ഈശോ ഉയർത്തെഴുന്നേൽക്കുകയാണ്, എല്ലാത്തിനെയും തോൽപ്പിച്ചുകൊണ്ട്. ഒരു പാട്ടില്ലേ, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടത് ഓർക്കണം. കുറച്ചു പേര് പാടുന്നുണ്ടോ? ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം, കവിളിലോടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. അപ്പോൾ ഈസ്റ്റർ നമ്മളോട് പറയുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്രകാരം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം പുഞ്ചിരിക്കുന്ന ഒരു മുഖമുണ്ട്, പുഞ്ചിരിക്കുന്ന ഒരു ഹൃദയം ഈശോ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈസ്റ്റർ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സന്തോഷിക്കാനുള്ള, ആനന്ദിക്കാനുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അല്ലെ എല്ലാ വിഭവങ്ങളും മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ കാണാം, നോമ്പ് വീടുന്നതിന്. അത് ഭൗതികമായ ഒരു ആനന്ദത്തിന്റെ തെളിവായിട്ട് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ആത്മീയമായ ഒരു സന്തോഷം ഈ ഉത്ഥാന തിരുനാളിൽ നമ്മൾ ഏറെ കരഗതമാക്കേണ്ട ദിവസം കൂടിയാണ്. ഈശോയുടെ വിജയത്തിന്റെ ഒരു പ്രത്യേകത മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈശോയുടെ വിജയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സിനിമകളിൽ കാണുന്ന പോലെയുള്ള ഒരു ഹീറോയിസം അല്ല. നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്ന നായകനും വില്ലനും തമ്മിലുള്ള വലിയ സംഘടനത്തിന് ശേഷം നായകൻ വിജയിക്കുന്ന പോലെയുള്ള ഒരു ഹീറോയിസം അല്ല ഈശോയുടെ ജീവിതത്തിൽ. അതിക്രമത്തിന് പകരം അതിക്രമമോ തിന്മയ്ക്ക് പകരം തിന്മയോ ഈശോ കൊടുത്തില്ല. ഈശോയുടെ വിജയം എന്ന് പറയുന്നത് അത് സഹനത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ പ്രത്യേകമായിട്ടുള്ള വലിയ നിറങ്ങളാണ് അതിന് നിറം ചാർത്തിയിരിക്കുന്നത് നമുക്കറിയാം. ഈശോ ശാന്തമായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട്, ശാന്തമായിട്ട് എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട്, എല്ലാത്തിനോട് ക്ഷമിച്ചുകൊണ്ട് അവൻ എല്ലാവരെയും തോൽപ്പിക്കുകയായിരുന്നു. ശാന്തമായിട്ട് കിടന്നുകൊണ്ട്, ശാന്തമായി ജീവിച്ചുകൊണ്ട്, എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് അവൻ എല്ലാവരെയും തോൽപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരെ പ്രതികാരത്തിലൂടെ വകവരുത്തുവാനുള്ള ഒരു വലിയ സമൂഹം വളർന്നു വരുന്നുണ്ടെന്ന് അറിയാം. ഈ ഇടയ്ക്കാണല്ലോ പരോളനിറങ്ങിയ ഒരാളെ കൊല്ലുവാനായിട്ട് നോക്കിയിരുന്ന് നമ്മുടെ വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ കൊന്ന ഒരു സംഭവം നമ്മൾ പത്രത്തിൽ വായിക്കുകയുണ്ടായി. കാമുകയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് കവറിനകത്താക്കി നിക്ഷേപിച്ചിട്ട് പോകുന്ന വലിയപ്പെട്ട എല്ലാ ആൾക്കാരും നമ്മുടെ ഈ കേരളത്തിലുണ്ട്. നമ്മൾ ദിനം പ്രതി പത്രത്തിൽ വായിക്കുന്നതാണ്. പക്ഷേ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന ഈ കേരളത്തിനോട് ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള ചില വർത്തമാനങ്ങളും സംഭവ വികാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അവകാശപ്പെടുന്ന നമുക്ക് ദൈവത്തിന്റെ ഇപ്രകാരമുള്ള ശാന്തതയും ഇപ്രകാരമുള്ള ക്ഷമയും ഇപ്രകാരമുള്ള കരുതലും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
സ്നേഹം നിറഞ്ഞവരെ, കൈകളിൽ ഏറ്റ ആണിപ്പഴുതുകളുടെ പാടുകളും കാലിലുള്ള മുറിവിന്റെ പാടും ചങ്കിൽ തുളച്ചു കയറിയ കുന്നത്തിന്റെ പാടുമെല്ലാം ഉണ്ടായിട്ടും ഈശോ കടന്നു വന്നിട്ട് ഇപ്രകാരം എനിക്ക് കാരണമാക്കി എല്ലാവരെയും ഞാൻ വകവരുത്തുമെന്നല്ല ഈശോ പറഞ്ഞത്. ഈശോ ഒരൊറ്റ കാര്യം മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ: നിങ്ങൾക്ക് സമാധാനം. സ്നേഹം നിറഞ്ഞവരെ, ഉദ്ധാനത്തിന്റെ തിരുനാളിന്റെ ഈ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് തന്ന ഒരേ ഒരു കാര്യം മറ്റൊന്നുമല്ല, സമാധാനം മാത്രമാണ്. ഇന്ന് സമാധാനം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളും വ്യക്തികളും രാജ്യങ്ങളും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, യുദ്ധം എന്ന് പറയുന്ന വലിയ വിപത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലെല്ലാം തന്നെ യുദ്ധഭീഷണിയും യുദ്ധവും എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈസ്റ്ററിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ, ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വലിയ കടമയുണ്ട് ഈ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. ലോക സമാധാനം ഈശോ നൽകുന്ന സമാധാനമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് ഈ ഈസ്റ്ററിന് ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സമാധാനം നഷ്ടപ്പെടുന്ന വ്യക്തികളും സമാധാനം നഷ്ടപ്പെടുത്തുന്ന രാജ്യങ്ങളും എല്ലാം ഉള്ള ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈശോയുടെ സമാധാനത്തിന്റെ പ്രത്യേകതകൾ സ്വീകരിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി നമ്മളെ തന്നെ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, എന്താണ് യുദ്ധം എന്ന് പറയുന്നത്? യുദ്ധം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാക്കുപോരുകളാണോ? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, യുദ്ധം ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നാണ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നാണ് യുദ്ധം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വളർന്ന് വളർന്ന് രാജ്യങ്ങൾ പോലും ശത്രുതയിലാകുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഈയിടെ വായിച്ച ഒരു കുട്ടി കവിത ഇപ്രകാരമാണ്: അറിയാതെ പന്ത് തട്ടി ചില്ല് പൊട്ടിയതിന് മക്കളെ തല്ലുന്ന, കറിയിൽ ഉപ്പ് കൂടിയതിന് പാത്രം വലിച്ചെറിയുന്ന, വൈകി വന്നതിന് വാതിൽ വലിച്ചടയ്ക്കുന്ന, തേക്കിൻ കുറ്റിയുടെ അവകാശ തർക്കത്തിൽ അയൽക്കാരനെ തെറി വിളിക്കുന്ന, ഒരു കൊടിക്കാലിന്റെ പേരിൽ എതിർ പാർട്ടിക്കാരനെ വെട്ടിക്കൊല്ലുന്ന, ഇങ്ങനെ പ്രത്യേകതകളുള്ള നമ്മൾ ചോദിക്കുകയാണ്, എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന്. പ്രിയമുള്ളവരെ, യുദ്ധം ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. ഉപ്പ് കൂടിയതിന് പാത്രം വലിച്ചെറിയുമ്പോൾ അതൊരു യുദ്ധം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങള് താമസിച്ചു വരുമ്പോഴോ സ്കൂളിലോ താമസിച്ചു വരുമ്പോൾ വളരെയേറെ കർശനമായിട്ട് നിലപാടെടുക്കുന്ന അധ്യാപകര്, അത് ശരിക്കും യുദ്ധം തന്നെയാണ്. നമ്മുടെ വീട്ടില് ഇപ്രകാരം ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞ് ബുദ്ധിമുട്ടുകളൊക്കെ യുദ്ധത്തിന്റെ ഒരു മാനസികാവസ്ഥ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ യുദ്ധം ആരംഭിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലല്ല, വ്യക്തികൾ തമ്മിലാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് സമാധാനത്തിന്റെ തലത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് ഈ ഉത്ഥാന തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. നമ്മൾ വലുതായതാണ് യുദ്ധമെന്ന് അവസാനം ആ കവിത പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ വലുതായതാണ് ശരിക്കും യുദ്ധം. വലുതായപ്പോൾ നമ്മൾ കടന്നു വന്ന വഴികളെല്ലാം മറക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹചരെ നമ്മൾ മറക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സഹായികളെ നമ്മൾ മറക്കുകയാണ്. നമ്മൾ വളർന്നു വന്നതിനോട് എന്തുമാത്രം നമ്മൾ കിടപിടിക്കുന്നുണ്ടോ അവരെയെല്ലാം നമ്മൾ മറന്നു പോകുന്നതാണ് യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ യുദ്ധത്തെ അവസാനിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും സമാധാനം കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമായിരിക്കട്ടെ ഈ ഉത്ഥാന തിരുനാൾ. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ, സ്വല്പം സമാധാനം തന്നിരുന്നെങ്കിൽ. വീടുകളിലാണ് ആദ്യം കേൾക്കുന്നത്, സ്വല്പ സമാധാനം തന്നിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിബന്ധങ്ങളില് നമുക്ക് സമാധാനം നൽകുന്ന തമ്പുരാനായിട്ട് ഈശോ ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ വ്യക്തിബന്ധങ്ങളും നമ്മുടെ കുടുംബ ബന്ധങ്ങളും നമ്മുടെ സുഹൃബന്ധങ്ങളും എല്ലാം നല്ല സമാധാനത്തിലായി തീരുവാനായിട്ട് നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഈശോ ഉയർത്തതിനു ശേഷം ആദ്യം പറഞ്ഞത് അത് തന്നെയാണല്ലോ, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനത്തിന്റെ ശുശ്രൂഷകരായിട്ട് ഈ ഉത്ഥാന തിരുനാളിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഈസ്റ്ററിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുന്നു. ഉദ്ധിതനായ ഈശോ നിങ്ങളുടെ ജീവിതത്തിന് മാഞ്ഞു പോകാത്ത പ്രത്യാശ നൽകുന്ന തമ്പുരാനായി മാറട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗ്ഗവാസികളുടെ പൂർവ്വത്തിന്റെ സമാധാനാംശമായി നിന്റെ ഉത്തരാന്റെ സമാധാനം ആഘോഷിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് എന്നാലും ചെയ്ത മിശിഹായെ നിന്റെ ഉറപ്പിന്റെ സമാധാനത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുകയും ലോകത്തെയും തന്റെ സഭയെയും ശാശ്വതമായ സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്ത മിശിഹായെ നിന്റെ ഉദാനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മെത്രാന്മാർ എന്നിവരുടെയും അവരുടെ ശുശ്രൂഷകളെയും സമാധാനത്തെയും സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മളുടെ പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണമേ. ഞങ്ങളുടെ നിന്റെ ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കണമേ. നിന്റെ ഉത്ഥാന രഹസ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. നിന്റെ ശാന്തിയിലും സമാധാനത്തിലും ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുന്നതിനും പരസ്പരം ഐക്യത്തിൽ ജീവിക്കുന്നതിനും നിന്റെ കൃപയാൽ നിറയുന്നതിനും ഞങ്ങളെ അർഹരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരനെ നിങ്ങൾ കൈപ്പിനെ തെരഞ്ഞെടുക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യും. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ വിശുദ്ധൻ ഗുണമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത ജനമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങേതാകുന്നു. ദൈവസ്വഭാവത്തിലംഗമായ നാരിക ശുഭാമാന പ്രഭാതത്താൽ യഥാർത്ഥ പൗരോഹിത്യ പദവികൾക്കായി ഉൾപ്പെടെ നൽകപ്പെടുന്നു. വിശ്വാസികളുടെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന പരിശുദ്ധമായ സഭാശീലത സുവിശേഷങ്ങളാകാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ കാരുണ്യതരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ പ്രഭാവനം ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യം അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രംഗതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സ്വീകരിക്കുകയും ജീവിതത്തിൽ തരുന്നവരാകുകയും ചെയ്തവർ പത്യോടസ്ഥയുടെ വിശുദ്ധ രസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. എന്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു.
സത്യവിശ്വാസത്തോടെ വെച്ച് ഈ ലോകത്തിൽ വരപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും
വിശ്വാസകൃപയാൽ ഈ ബലിയിൽ നമ്മുടെ സാന്നിധ്യം സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ സകലനെയും നാഥനായ ദൈവം തന്റെ അപേക്ഷിക്കുന്നവരെല്ലാം അങ്ങയെ ശ്രദ്ധനാകട്ടെ. ഈ കുർബാനയോടൊന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്തിനകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനത്തിന്റെ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിർകൂടെ നിന്ന് ഇവിടെ നഷ്ടപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു.
പരിശുദ്ധനും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധി അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിനും കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, വന്നും എന്നും നിറയുന്നു. കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഓരോരുത്തരെ അവിടുന്ന് സ്വർഗ്ഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗീയങ്ങളോടുകൂടെ നീക്കി ഞങ്ങൾക്ക് പ്രതിത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൽ നിന്ന് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമർപ്പിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയോ പാപ്പായ്ക്കും
ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ആഫ്രിൻ മെത്രാപ്പോലീത്തായിരിക്കും, ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായിരിക്കും, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനും, പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർത്ഥകരന്മായ പ്രേക്ഷിത ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ നിങ്ങൾ എനിക്ക് വേണ്ടി വിശുദ്ധമായ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധവുമായി ബലിപീഠത്തിൽ ഞങ്ങളുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ ദുരുസ്മൃതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാർ വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവരുടെയും സമൃദ്ധമായ ഹൃദയസഞ്ചാരമാക്കണമേ. ജീവിതകാലം ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരശിക്കായ അയച്ചെന്ന ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ വിശ്വസിക്കാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലേഖന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, സംസ്ഥാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ ഇടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നേർമല്യ വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ച നല്ല മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. രക്ഷകരമായ ഈശ്വരശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈവിധ്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്രായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലുള്ള വസതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടകളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാവകമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സമയം സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശേഷിച്ച കത്തോലിക്ക സഭയുടെ ശാന്തിയും സമാധാനം കൊടുക്കണമേ. സഭയെ രാഷ്ട്രീയ ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി വിളിച്ചു നൽകുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവരെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. അവിടുത്തെ സിംഹാസനമായ ബലിപീഠത്തെയും പാപമോചനവുമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു.
എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ദേശത്തിന്റെ അമൂല്യമായ ശരീരത്തെയും ദിവസങ്ങളെയും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിനുള്ള സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളമായ പ്രാർത്ഥനയോടും അഗതമായ മനസ്സോടും കൂടെ സഭയുടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. അതിനുള്ള അവസാനത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരത്തെയോട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സത്യനാഥനായ ദൈവത്തോട് കൃപയും വാചനം യാചിക്കുകയും ചെയ്യാം. സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശബ്ദത്തിന്റെ ദോഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. പരിശുദ്ധാത്മാവിനാൽ അവതരിക്കപ്പെടുകയും ചെയ്യാം. കൂടെ ദിവരസങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ, ഇനി ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാവിനെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസന്റെ പാപങ്ങൾ അപരാധങ്ങൾ കാരണം ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വർഗത്തിൽ സകലശക്തിയോടെ ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്ലീവാ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിലവിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇതിന് കണ്ടു തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയുടെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ
കൂടെ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കും സ്തുതി. ആമേൻ. മരിച്ചവരിക്കുന്നു ഇതാശ്രിതത്തെ അതിശയമായ പിതാവിന്റെ പ്രതിഭാഗത്ത് അവന് വിളിച്ചതായിരിക്കുന്നു. നമ്മുടെ കർത്താവ് തന്റെ ശരീരങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തു. അവിടുത്തെ മരണത്തിനെയും ഉയർപ്പിനെയും ദിവ്യരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. നമുക്കത് ചേർന്ന് സർവ്വത്തിന്റെയും നാഥനായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും ജനങ്ങളെയും നമുക്ക് കർത്താവിനെ പാടിപ്പുകഴ്ത്താം. മിശിഹായുടെ ഉദ്ധാന ദിവസം മരണം പരാജയപ്പെടുകയും സാത്താൻ കീഴടങ്ങുകയും ചെയ്തു. സകലത്തിന്റെയും മേൽ ഉദ്ധാന ഭരണം നടത്തി നാഥനും രക്ഷകനുമായ അവിടുത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ പാടിപ്പുകഴ്ത്താം. തന്റെ ശരീരരക്തങ്ങളാൽ അവിടുന്ന് നമ്മെ പരിപോഷിപ്പിക്കുന്നു. അവിടുത്തെ തിരുനാമത്തിന് ഏതായാലും നന്ദി പറയാൻ നമ്മുടെ അതിരങ്ങൾ തീർത്തും അപര്യാപ്തങ്ങളാണ്. മിശിഹായുടെ മരണത്താൽ നമുക്ക് നിത്യജീവൻ നൽകപ്പെട്ടു. മനുഷ്യകുലത്തിൽ നിന്ന് മരണം തിരോധാനം ചെയ്യട്ടെ. ഇത് അക്ഷയ ജീവന്റെ രഹസ്യങ്ങൾ നമ്മുടെ മുന്നിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. സഹോദരന്റെ വരിവിൽ ഭക്ത്യാദങ്ങളോടെ നമുക്ക് അവയെ സമീപിക്കാം. ക്രൂശിതനെ ഉത്തിതനെ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോവിൻ വിലക്കിക്കുള്ളിൽ ഈശോയിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും.
വക്കോളം നിറച്ചു ഞാനും ഈ പച്ചവെള്ളം വാട്ടിടുമോ നേതരം വീഞ്ഞാകുമോ വെള്ളത്താരെന്ന് എന്നെ കഴുകിടുമോ കയ്യെത്താറോരൻ സ്വപ്നങ്ങളെ കൊണ്ടോ വാങ്ങിത്തരാൻ വരുമോ ജീവിക്കാൻ കാരണം ചെയ്യുമ്പോൾ ജീവിക്കാൻ കാരണം ചെയ്യുമ്പോൾ തോളത്തുമയങ്ങിയോ നടക്കുമ്പോൾ തോലിയൊലിയുമ്പോൾ രക്തം നീയത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവല്ല എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ ഈശോബന്ധത്തിനുള്ളിൽ ഈശോബിന്മേടങ്കിക്കുള്ളിൽ ഈശോയെ രൂപം കാണുമ്പോൾ മുഖം ശോഭിതമാകും ഞങ്ങളുടെ വിശുദ്ധ ശരീരവും പാനശുദ്ധ രക്തവും ഞങ്ങൾ വിശാന്തിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിൽ നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്നതാനമാകട്ടെ സകലത്തിന്റെ നാഥായ നയിക്കുവാമേ. നിന്റെ മാംസമേലങ്ങൾ
ധന്യമായ കാലത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അറിയിപ്പുകൾ. ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നേരുന്നു. തുടർന്നുള്ള കുർബാനകൾ 6 മണിക്ക് മുട്ടൻ ടൗൺ പള്ളിയിലും 7 മണിക്ക് ശ്രീകി പള്ളിയിലും. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ള കുർബാന മുട്ടൻ ടൗൺ പള്ളിയിലുള്ള കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. ഇനി മുതൽ അടുത്ത ഞായറാഴ്ച മുതൽ മുട്ടൻ ടൗൺ പള്ളിയിലെ വൈകുന്നേരത്തെ കുർബാന കമ്മിറ്റി തീരുമാനപ്രകാരം വൈകുന്നേരം 4:30 ആയിരിക്കും. നോമ്പ് ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സിബിഗിരി പള്ളിയിൽ രാവിലെ കുർബാന ഉണ്ടായിരിക്കുകയില്ല. ഏപ്രിൽ 6-ാം തീയതി നാളെ തിങ്കളാഴ്ച സൺഡേ സ്കൂൾ കുട്ടികളുടെ വാർഷിക പരീക്ഷ നടത്തപ്പെടുന്നു. 1 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് രാവിലെ 10 മുതൽ 12 വരെയും 8 മുതൽ 12 വരെ ക്ലാസ്സിലെ കുട്ടികൾ ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 വരെയുമാണ് പരീക്ഷയുടെ സമയം. കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിച്ച് ഒരുങ്ങി വന്ന് പരീക്ഷ എഴുതണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാതാപിതാക്കൾ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷത്തെ കുട്ടികളുടെ വിശ്വാസോത്സവം ഏപ്രിൽ 7 ചൊവ്വാഴ്ച മുതൽ ഏപ്രിൽ 12 ഞായറാഴ്ച വരെ നടത്തപ്പെടുന്നു. രാവിലെ 9:04 മുതൽ വൈകുന്നേരം 3:45 വരെയാണ് വിശ്വാസോത്സവത്തിന്റെ സമയം. രൂപതയിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് നമ്മൾ സമയം ക്രമീകരണം ചെയ്തിരിക്കുന്നത്. എല്ലാ കുട്ടികളും നിർബന്ധമായും വിശ്വാസോത്സവത്തിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് മുതൽ പെന്തക്കോസ്താ തിരുനാൾ വരെ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന ജപമാണ് സന്ധ്യാപ്രാർത്ഥനകളിൽ ചൊല്ലേണ്ടത്. മൃതസംസ്കാര പരസ്പര സഹായ നിധി ഫണ്ട് നൽകാത്തവർ ഒടുവിൽ മരിച്ചയാളുടെ ഉൾപ്പെടെ 5 പേരുടെ തുക വാർഡ് പ്രതിനിധികൾ മുഖാന്തരം പള്ളിയിൽ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഇടപ്പള്ളി വിശുദ്ധ യൂദാശ്ലീഹായുടെ ചാപ്പലിൽ വിശുദ്ധ കുർബാനയും നൊവേനയും ഈ ചൊവ്വാഴ്ച ഉണ്ടായിരിക്കില്ല. പകരം അടുത്ത ചൊവ്വാഴ്ച ഏപ്രിൽ 14-ാം തീയതി ആയിരിക്കും. വൈകുന്നേരം 5 മണിക്ക് കുർബാനയും തുടർന്ന് നൊവേനയും. ഏപ്രിൽ മാസത്തെ കുടുംബ കൂട്ടായ്മകളിൽ വെച്ച് പുതിയ യോഗ പ്രതിനിധികളെയും കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുന്നതാണ്. വനിതാ സംവരണ വാർഡുകളായിട്ട് കുറിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ വാർഡുകൾ 5, വാർഡ് 5, 7, 8, 16, 17, 19 എന്നിവയാണ് വനിതാ സംവരണ വാർഡുകളായിട്ട് കുറിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വാർഡുകൾ ഒന്നും കൂടി പറയാം. വാർഡ് 5, 7, 8, 16, 17, 19 ഈ വാർഡുകളിൽ വനിതാ സംവരണ വാർഡുകളായിരിക്കും. ഏപ്രിൽ 12-ാം തീയതി ഞായറാഴ്ച 7-ന്റെ കുർബാനയ്ക്ക് ശേഷം രാവിലത്തെ 7-ന്റെ കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം വിളിച്ചു ചേർക്കപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പൊതുയോഗത്തിന്റെ കാര്യം പറഞ്ഞതാണ്. സാധാരണ പൊതുയോഗം വിളിച്ച് ചേർക്കപ്പെടുന്നതിന് മുമ്പായിട്ട് 2 ഞായറാഴ്ച നമ്മൾ അത് പള്ളിയിൽ വിളിച്ചു ചൊല്ലണമെന്നാണ് അതിൻ്റെ ഒരു തീരുമാനം. പ്രകാരം നമ്മൾ ഏപ്രിൽ 12-ാം തീയതി ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച 7-ന്റെ കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം വിളിച്ചു ചേർക്കപ്പെടുന്നു. എല്ലാ കുടുംബനാഥന്മാരും പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഇടവക മുഴുവനും ഒന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബനാഥന്മാരുടെ അസാന്നിധ്യത്തിൽ കുടുംബനാഥന്മാരും പങ്കെടുക്കേണ്ടതാണ്. അപ്പൊ ആ കാര്യത്തിൽ ആരും മാറി നിൽക്കരുതെന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അറിയിച്ചിട്ടുണ്ട്. എല്ലാ കുടുംബനാഥന്മാരും അടുത്ത ഞായറാഴ്ചത്തെ 7-ന്റെ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പൊതുയോഗം നമ്മുടെ ശ്രീഗിരി പാരിശാലയിൽ വെച്ചാണ്, നമ്മുടെ താഴത്തെ പാരിശാലയിൽ വെച്ചാണ്. എല്ലാവരും അതിനകത്ത് വന്ന് പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഓശാന ഞായറാഴ്ച ലഭിച്ച സ്തോത്ര കാഴ്ച 29,114 രൂപ. പെസഹ വ്യാഴാഴ്ച ലഭിച്ചത് വൈദ്യ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മുടെ രൂപതയിലേക്ക് കൊടുക്കുന്നത് 12,692 രൂപ. ദുഃഖ വെള്ളിയാഴ്ച വിശുദ്ധ നാടിന്റെ സംരക്ഷണാർത്ഥം നമുക്ക് ദുഃഖ വെള്ളിയാഴ്ച ലഭിച്ചത് 21,840 രൂപ. കുടുംബ കൂട്ടായ്മ നടത്തുന്ന ഭവനങ്ങൾ തിങ്കളാഴ്ച നാളെ വാർഡ് 2 വടക്കേ കൊറ്റു ശ്രീ ഫിലിപ്പിന്റെ ഭവനത്തിൽ, ചൊവ്വാഴ്ച വാർഡ് 3 വെളുത്തേടത്തുകാട് ശ്രീ നോബിളിന്റെ ഭവനത്തിൽ, ബുധനാഴ്ച വാർഡ് 1 നെല്ലംകുഴിയിൽ ശ്രീ ജോസഫിന്റെ ഭവനത്തിലും വാർഡ് 5 വ്ളാക്കുഴിയിൽ ശ്രീ ടോബിയുടെ ഭവനത്തിലും. വ്യാഴാഴ്ച കുടുംബ കൂട്ടായ്മയില്ല. വെള്ളിയാഴ്ച വാർഡ് 6 തറയിൽ ശ്രീ സാബു കുര്യന്റെ ഭവനത്തിലും, ശനിയാഴ്ച 2 വാർഡ് 4 പൂനാട്ട് ശ്രീ ജോണിന്റെ ഭവനത്തിലും, വാർഡ് 7 ചെമ്പിളായി ശ്രീദേവിയുടെ ഭവനത്തിലും. വിശുദ്ധ വാരത്തിലെ തിരുക്കർമ്മങ്ങളെല്ലാം ഭംഗിയായി നടത്താനായിട്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ വാരം നമ്മൾ പ്രത്യേകമാവിധം നമ്മൾ ഒരുങ്ങി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഓശാന ഞായറാഴ്ച മുതൽ ഇന്ന് ഈ ഈസ്റ്ററിന്റെ ദിവസം വരെയുള്ള വെള്ളിയാഴ്ചയിലെ എല്ലാ സഹായങ്ങളും ചെയ്ത എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറയുകയായിരുന്നു. ഈ ദിവസങ്ങളൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ തിരുക്കർമ്മങ്ങളിൽ വന്ന് സംബന്ധിച്ചു എന്നുള്ളത് വളരെ
പ്രശംസനീയമായ ഒരു കാര്യമാണ്. നമ്മുടെ പള്ളിയിൽ സാധാരണ ഈ വർഷം മുതൽ അല്ലെങ്കിൽ നമ്മുടെ രൂപതയിൽ വൈകുന്നേരമായിരുന്നു ദുഃഖവെള്ളിയിലെ പെസഹ വ്യാഴത്തിലെ കർമ്മങ്ങൾ വൈകുന്നേരം നിൽക്കുന്നതുകൊണ്ട് ചിലർക്ക് അസൗകര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒത്തിരി ആൾക്കാർ നമ്മുടെ കർമ്മങ്ങളിൽ വന്ന് സംബന്ധിച്ചു എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയായിട്ട് നമുക്ക് കാണാം. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങൾ നടത്താനായിട്ട് സഹകരിച്ച കൈക്കാരന്മാര്, ദേവാലയ ശുശ്രൂഷികള്, ദേവാലയം അലങ്കരിച്ച 2 മഠത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഗായക സംഘം, നേർച്ചക്കഞ്ഞിയും ഈസ്റ്റർ മുട്ടയും തയ്യാറാക്കാൻ സഹകരിച്ചവര്, ഭക്തസംഘടനാംഗങ്ങള്, ദേവാലയ ശുശ്രൂഷികൾ, അൽത്താര ബാലന്മാര്, യുവജനങ്ങൾ എല്ലാവർക്കും പ്രത്യേകമാവിധ നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ദിവസങ്ങളിലെ എല്ലാ കർമ്മങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ കൂടെ എന്നുമുള്ള റെഡിച്ചേട്ടനെ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം നമ്മുടെ കർമ്മങ്ങളെല്ലാം റീൽസായിട്ട് നമുക്ക് ചെയ്തു തരുന്ന പ്രിയപ്പെട്ട ജോസഫിനെയും സെറിയത്തിനെയും എൻ്റെ പേരെ നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് ആശീർവാദ പ്രാർത്ഥനയിൽ കൊണ്ടുപോകാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തെ മഹത്വമണിച്ച് അങ്ങേ സ്വർഗത്തിൽ സകല നീതിമാന്മാരോടും കൂടെ സ്തുതിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ ശിലായി ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നിന്ന് ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാലത്തിൽ നിന്ന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജീവദായകമായ സുവിശേഷം വഴി ശിഷ്യഗണത്തോട് ഇപ്രകാരം അരുളി ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യുതാവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഉത്ഥാനത്തിലൂടെ മനുഷ്യവംശത്തെ മുഴുവൻ ആനന്ദിപ്പിച്ച മിശിഹ സഭയിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സാത്താനെയും മരണത്തെയും പരാജയപ്പെടുത്തുകയും പാപകടങ്ങളിൽ നിന്ന് നമ്മെ മോചിക്കുകയും ചെയ്തു. ഉദ്ധിതനായ മിശിഹായുടെ സമാധാനം നമ്മലെന്നും വസിക്കട്ടെ. വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാനും ഉത്ഥാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവദായകമായ ദിവ്യരഹസ്യങ്ങളാൽ സന്തുഷ്ടരാകപ്പെട്ട നിങ്ങളെ അവിടുന്ന് നിത്യമൗതത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവിന്റെ സ്ലീവായ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും ഒത്തിരിതരം എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈസ്റ്ററിന്റെ സന്തോഷമായിട്ട് നമ്മൾ ഈസ്റ്റർ മുട്ട ഇവിടെ തന്നെ വെച്ച് കൊടുത്താണ്. കുർബാന സ്വീകരിക്കാൻ വരുന്ന പോലെ തന്നെ ഈസ്റ്റർ മുട്ട സ്വീകരിച്ച് സന്തോഷം പങ്കുവെച്ച് പുറത്തു പോകാം. എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിന് മംഗളങ്ങൾ നേരുന്നു. ഈസ്റ്റർ മുട്ടയോടൊപ്പം ഓരോ വചനവും എല്ലാവർക്കും തരുന്നുണ്ട്. ആ വചനം പോകുന്ന വഴിക്ക് കളഞ്ഞിട്ട് പോകാനല്ല, അത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഓരോരുത്തർക്കും വെവ്വേറെ വചനമാണ് തരുന്നത്. നമുക്ക് ഈ ഒരു വർഷത്തേക്ക് ധ്യാനിക്കാനുള്ള വചനമാണ് തരുന്നത്. അതുകൊണ്ട് നമ്മൾ കുർബാന സ്വീകരണത്തിന് വരുന്ന പോലെ തന്നെ മുൻപോട്ട് വന്ന് ആ വചനവും മുട്ടയും സ്വീകരിക്കണം. മുട്ട വെഞ്ചരിച്ച മുട്ടയാണ്. നമ്മുടെ വീടുകളിൽ രോഗികളായിട്ട് കഴിയുന്നവർ അല്ലെങ്കിൽ പ്രായമായവർ, പള്ളി വരാൻ പറ്റാത്തവരായിട്ട് ആരെങ്കിലും അവർക്കും കൂടി ഓരോ മുട്ട വാങ്ങിക്കൊണ്ട് പോകണം. മടി പിടിച്ച് പള്ളി വരാതിരിക്കുന്നവർക്ക് വേണ്ടി ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. രോഗികൾക്കും പ്രായമായവർക്കും വേണ്ടി മാത്രം. പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് നോക്കണം. കവിളിലോടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിക്കുമെന്നോർക്കണം.
മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തേക്കാമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം ബലിരണിയും കാലമുണ്ടതോർക്കണം. രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം ബലിരണിയും കാലമുണ്ടതോർക്കണം. പള്ളിമുറ്റത്ത് കട്ടൻ കാപ്പി തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടി എല്ലാവരും കഴിച്ചിട്ടേ പോകാം.
ശോഭാ തവ ദർശനം ഈ ദാസരിലേക്കിടൂ. പരിമളമിയന ജീവിത മലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ അച്ഛനച്ഛൻ